രണ്ട് വിവാഹം കഴിച്ച മലയാള നടിമാർ. മലയാള സിനിമാ ലോകത്ത് നമ്മൾ കാണുന്ന നടിമാരുടെ ജീവിതം സ്ക്രീനിൽ കാണുന്നത് പോലെ അത്ര സിമ്പിളല്ല. അവരുടെ വ്യക്തിജീവിതം അത്രയും തന്നെ സങ്കീർണവും ആവേശകരവുമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് വിവാഹം കഴിച്ച നടിമാർ ആരെല്ലാം എന്നാണ്. ഈ ലിസ്റ്റിൽ വരുന്ന ചില പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ സർപ്രൈസ് ആയേക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. ആദ്യം നമ്മൾ പറയുന്നത് പ്രമുഖ നടി ബിന്ദു പണിക്കരെ കുറിച്ചാണ്. മലയാള സിനിമയിൽ നിരവധി മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത ബിന്ദു പണിക്കരുടെ ജീവിതം ഏറെ ശ്രദ്ധ നേടിയതാണ്. ഇവർ ആദ്യം വിവാഹം കഴിച്ചത് ബിജു വി നായരെയാണ്. പിന്നീട് ബിജു വി നായർ മരണപ്പെട്ടതിന് ശേഷം നടൻ സായ് കുമാറിനെയാണ് ഇവർ വിവാഹം കഴിച്ചത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി കാവ്യ മാധവനെ കുറിച്ചാണ്. വ്യക്തിജീവിതത്തിൽ നിരവധി വിവാദങ്ങളിൽപ്പെട്ട ഇവർ ആദ്യം വിവാഹം കഴിച്ചത് 2009 നിശാൽ ചന്ദ്രനെയാണ്. പിന്നീട് 2011 ഡിവോഴ്സായ കാവ്യ മാധവൻ 2016 നടൻ ദിലീപിനെ വിവാഹം കഴിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ദിലീപുമായി സന്തോഷകരമായ കുടുംബജീവിതമാണ് കാവ്യ മാധവൻ മുന്നോട്ട് നയിക്കുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി ഷീലയെ കുറിച്ചാണ്. ഷീല ആദ്യം വിവാഹം കഴിച്ചത് ക്സാവിയർ എന്ന വ്യക്തിയെയായിരുന്നു. ഈ വിവാഹം പിന്നീട് വിവാഹമോചനത്തിൽ അവസാനിക്കുകയായിരുന്നു. പിന്നീട് ഇവർ തമിഴ്നാടൻ രവിചന്ദ്രനെ വിവാഹം കഴിക്കുകയായിരുന്നു. എന്നാൽ ഈ വിവാഹവും പിന്നീട് ഡിവോഴ്സ് ആവുകയായിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി മല്ലിക സുകുമാരനെ കുറിച്ചാണ്. മല്ലിക സുകുമാരൻ ആദ്യം പ്രണയിച്ച് വിവാഹം കഴിച്ചത് നടൻ ജഗതി ശ്രീകുമാരനെയാണ്. പിന്നീട് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവുകയായിരുന്നു. പിന്നീട് ഇവർ 1978 നടൻ സുകുമാരനെ വിവാഹം ചെയ്തു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി ശാന്തി കൃഷ്ണയെ കുറിച്ചാണ്. ഇവർ ആദ്യം പ്രമുഖ നടൻ ശ്രീനാഥിനെയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവുകയായിരുന്നു. പിന്നീട് രാജൻ എന്ന വ്യക്തിയെ വിവാഹം ചെയ്തു. പിന്നീട് ഈ ബന്ധവും വർഷങ്ങൾക്ക് ശേഷം ഡിവോഴ്സ് ആവുകയായിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി ശ്വേതാ മേനോനെ കുറിച്ചാണ്. ശ്വേതാ മേനോൻ ആദ്യം വിവാഹം കഴിച്ചത് പ്രമുഖ നടൻ ബോബി ബോസ്ലെയെയാണ്. പിന്നീട് ഇവർ ഡിവോഴ്സ് ആവുകയായിരുന്നു. പിന്നീട് 2011 ശ്വേതാ മേനോൻ ശ്രീവത്സൻ മേനോനെ വിവാഹം ചെയ്യുകയായിരുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രമുഖ നടി ഉർവശിയെ കുറിച്ചാണ്. ഉർവശി ആദ്യം വിവാഹം കഴിച്ചത് നടൻ മനോജ് കെ ജയനെയാണ്. പ്രണയ വിവാഹമായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവുകയായിരുന്നു. പിന്നീട് 2013 താരം ശിവപ്രസാദി എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയായിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി ദിവ്യ ഉണ്ണിയെ കുറിച്ചാണ്. 2000 ഡോക്ടർ സുധീർ ശേഖരനെയാണ് ദിവ്യ ഉണ്ണി ആദ്യം വിവാഹം കഴിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും തമ്മിൽ ഡിവോഴ്സ് ആവുകയായിരുന്നു. പിന്നീട് താരം 2018 അരുൺകുമാർ എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയായിരുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി അംബികയെ കുറിച്ചാണ്. 1988 ഷിനു ജോണിനെയാണ് അംബിക ആദ്യം വിവാഹം കഴിച്ചത്. പിന്നീട് 1988 താരം ഡിവോഴ്സ് ആവുകയായിരുന്നു. പിന്നീട് 2000 നടൻ രവികാന്തിനെ വിവാഹം കഴിച്ചു. പിന്നീട് 2002 ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവുകയും ചെയ്തു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പ്രമുഖ നടി അമ്പിളി ദേവിയെ കുറിച്ചാണ്. അമ്പിളി ദേവി ആദ്യം വിവാഹം കഴിച്ചത് ലോവൽ എന്ന വ്യക്തിയെയാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവർ തമ്മിൽ പിരിയുകയായിരുന്നു. പിന്നീട് 2019 നടൻ ആദിത്യ ജയനെ വിവാഹം കഴിക്കുകയായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടി ആരാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.